എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സം റാൻഡം ഡേയ്സ് ഇൻ മൈ ലൈഫും പ്ലസ് നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന, നിങ്ങൾ മാത്രമല്ല ഞാനും, അപ്പോൾ നമ്മൾ എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഗിവ് അവേ വിന്നർ അനൗൺസ്മെന്റും കൂടിയാണ്. ഗിവ് അവേ വിന്നേഴ്സ് ആരാന്നൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. എനിക്കറിയാം നിങ്ങൾക്ക് ഈ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും കാണണ്ട, ഗിവ് അവേ വിന്നേഴ്സിന് അറിഞ്ഞാൽ മതി. പക്ഷെ നിങ്ങളിത് കാണും, ഇതിൽ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ഇത് വടക്കുന്നാഥനാണ് തൃശ്ശൂരാണെന്ന് അറിയാത്തവരാരും ഉണ്ടാവില്ലല്ലോ അല്ലെ? ഈ വീഡിയോയിൽ മാർച്ചിലെ ക്ലിപ്പും ഏപ്രിലെ ക്ലിപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് 22 മാർച്ചാണ്. ഈ ദിവസത്തിന്റെ ഒരു 2-3 ദിവസം മുന്നേ എന്റെ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ ബർത്ത്ഡേന്റെ ചെലവും അമ്പലത്തിലൊക്കെ ഒന്ന് തൊഴാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഞാൻ അവിടെ എത്തിയിട്ട് കുറച്ചധികം നേരം ഇവർ എനിക്ക് പോസ്റ്റ് തന്നു. ആ നേരത്താണ് ആന പോയത്. എന്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം എനിക്ക് ആനേനെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ ആന പോകുമ്പോൾ എനിക്ക് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കണം. അതുപോലെ തന്നെ ഇത്തവണയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഒറ്റയ്ക്ക് ആനയുടെ അടുത്ത് പോയി നിന്ന് വീഡിയോ എടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ച് വിറച്ചിട്ടാണെന്നുണ്ടെങ്കിലും എനിക്കതൊരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. അങ്ങനെ കുറച്ചധികം നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ വന്നു. പിന്നെ ഞങ്ങൾ നേരെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ എല്ലാവരും കൂടി ഒന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ടല്ലോ. ഒറ്റ ഫോട്ടോ പോലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കിട്ടില്ല എന്ന് അറിഞ്ഞാലും നമ്മൾ എടുക്കും. ആ കാണുന്ന 3 പേരിൽ ഒരാളാണ് ഞാൻ. മറ്റേത് 2 പേരും എന്റെ ഫ്രണ്ട്സ്. ഇവർക്ക് ആർക്കും എനിക്ക് ഈ ചാനൽ ഉണ്ടെന്നുള്ള കാര്യം അറിയില്ല കേട്ടോ. ഇവർക്ക് എന്നല്ല, അങ്ങനെ ആർക്കും അറിയില്ല. എന്തെങ്കിലുമൊക്കെ അവരറിയും. പക്ഷെ ഞാൻ ആ നേരത്തെ അവരെങ്ങനെ ഫേസ് ചെയ്യുന്നതാണ് ഞാൻ ഇപ്പൊ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലാവട്ടെ. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ ബസ് കയറി വീട്ടിലെത്തിയപ്പോണ്ടാ നല്ല കാറ്റും മഴക്കാരും. ഞാൻ വീട്ടിലെത്തിയിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ എടുക്കാനുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ ഈ കാറ്റും മഴക്കാരൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ വീഡിയോ എടുക്കാനാണ്? പിന്നെ ഈ കാറ്റും മഴയും വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി പോകാനുള്ള ഒരാളുണ്ടല്ലോ നമ്മുടെ വീട്ടില്. പേടിക്കണ്ട, ഇവനല്ല കരണ്ട്. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ കരണ്ടും കൂടി അങ്ങോട്ട് പോയി ഇപ്പൊ തൃപ്തിയായി. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കാറ്റൊക്കെ കണ്ടെന്ന് ആസ്വദിക്കാന്ന് വിചാരിച്ച് ഉമ്മർത്ത് വന്നിരുന്നതാണ്. പക്ഷെ ആ നേരം കൊണ്ട് വീട്ടിലെ പല സാധനങ്ങളും ആ കാറ്റത്ത് പറന്നു. അവന്റെ പാത്രം അടക്കം പറന്നു. പിന്നെ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല അടിപൊളി ഒരു മഴ പെയ്തു. ഈ മഴ കാണുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടം മഴ പെയ്ത് തോർന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ആകാശമാണ്. ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു ആകാശത്തിന്. നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയാണ്. ഞാൻ എന്ത് പട്ടായി പറയണെന്ന് വിചാരിക്കണ്ടാവൂലേ? അങ്ങനെയൊന്നല്ല, നല്ല അടിപൊളിയാണ് കാണാൻ വേണ്ടി. അങ്ങനെ ആസ്വദിക്കണ നേരത്താണ് അത് സംഭവിച്ചത്. കണ്ടോ നിങ്ങൾ? വല്ലതും ഇല്ലെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ അവിടെ കൊണ്ട് ഞാൻ എന്റെ ആസ്വാദനമൊക്കെ നിർത്തിവെച്ച് നേരെ കത്തി കയറിപ്പോയി. എനിക്ക് ഇടിമിന്നലും ഇടിവിട്ടൊക്കെ ചെറിയ പേടിയുള്ള സംഭവങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ സില്ലിമായിട്ടെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എനിക്ക് പേടിയാണ്. പക്ഷെ ആനയുടെ അത്ര പേടിയൊന്നുമില്ല, എന്നാലും പേടിയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് ഈ റെയിൻബോ നല്ല സ്കൈ ഒക്കെ കണ്ടത്. അപ്പൊ അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാന്ന് ചോദിച്ചു. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം അന്ന് എന്റെ ഒരു ചേച്ചിയുടെ ഉണ്ണിയുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്തുള്ള ഒരു സങ്കട പ്രകടനങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയപ്പോഴും എന്താ അടുത്ത ആന. എന്താന്ന് പറഞ്ഞൂടാ, ആ ഒരു വീക്ക് ഞാൻ ഇഷ്ടം പോലെ ആനകളെ കണ്ടിട്ടുണ്ടായിരുന്നു. ആന ഇങ്ങനെ വഴി കൂടെ വരുമ്പോ അതിന്റെ അടുത്ത് കൂടെ നടന്നു പോകാനുള്ള ഒരു ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു വീട്ടിൽ കയറി ഇങ്ങനെ വിളിച്ചു. അത്രയും പേടി ഉണ്ടായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾ കാണാണ്ട് വരും. അങ്ങനെ പിന്നെ ആനയൊക്കെ പോയി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി നടന്നു. ആ നടക്കുന്ന വഴി ഫുള്ള് പ്രകൃതി രമണികളായിരുന്നു. അങ്ങനെ പ്രകൃതി രമണി ആസ്വദിച്ച് നടക്കുന്നതിന്റെ ഇടയിൽ ഞാൻ കുറച്ച് പൂവൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ പൂവും കായൊക്കെ കണ്ടു കഴിഞ്ഞാൽ പൊട്ടിച്ച് കയ്യിൽ പിടിച്ച് നടക്കണ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ ബർത്ത്ഡേ ആണല്ലോ. അപ്പൊ കേക്ക് കട്ടിങ്ങും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഈ പരിപാടികളുടെ ഒന്നും വീഡിയോ എടുക്കാത്തതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത്, ഒന്നാമത് അവിടെ ചേച്ചിമാരുടെ എല്ലാവരുടെയും കുറേ കുട്ടികളും പിള്ളേരൊക്കെ ഉണ്ട്. അതുകൊണ്ടൊട്ട് ടൈമും കിട്ടില്ല. പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ചാനലുള്ള കാര്യം ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടും പിന്നെ ഞാനൊരു ചെറിയ ഇൻവെർട്ടർ ഒക്കെ ആയതുകൊണ്ട് എനിക്കൊരു നാണക്കേട്. അയ്യോ ദയവല്ലേ, അതിന് നോക്കി കൊഞ്ചിച്ച് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വരില്ലേ. അങ്ങനെ അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ പണ്ട് പഠിച്ച എൻ്റെ സ്കൂൾ. ഞാൻ 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ അവിടെയാണ് പഠിച്ചത്. പിന്നെ നമ്മൾ സ്നാക്സ് ഒക്കെ മേടിച്ചിട്ടാണ് വീട്ടിൽ വന്നത്. എല്ലാ ക്ലിപ്സൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ വീട്ടിൽ വന്നുള്ള കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞു തരണ്ടല്ലോ. അത്രയും നേരം കാണാണ്ട് പെട്ടെന്ന് കണ്ടതിന്റെ കുറച്ചധികം നേരത്തെ ആഹ്ലാദ പ്രകടനങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് മുകളിലേക്ക് കയറി. മുകളിൽ കയറിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ടുള്ള കാരണം ആളുടെ സ്ഥിരവാസം ഇപ്പോൾ അതുമ്പോഴാണ് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഞങ്ങളൊരു ഗുഡ് ബോയ് ആയതുകൊണ്ട് ഞങ്ങൾ കൈയൊക്കെ തന്നു. ചോദിച്ചിട്ടൊന്നല്ല കേട്ടോ, അവൻ സ്വന്തമായിട്ട് തരണതാ എന്നൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ടാണ് ഈ കൈ തന്നത്. അങ്ങനെ ആ ദിവസം കഴിഞ്ഞ് പിന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. രാവിലെ തന്നെ കൂർക്കക്കറി കയറുന്ന വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കുറച്ച് സ്റ്റിക്കർ കട്ട് ചെയ്യാനായിട്ടിരുന്നു. നമ്മുടെ സ്റ്റിക്കർ ബുക്കിന്റെ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് ടാഗ് ചെയ്ത് കൊടുക്കും. പിന്നെ ഈ സ്റ്റിക്കർ കട്ട് ചെയ്യാന്നുള്ളത് നല്ല പണിയുള്ള കാര്യമാണെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഒരു 2 ദിവസം എടുത്തിട്ടാണ് ഞാനിത് മുഴുവൻ കട്ട് ചെയ്തെടുത്തത്. ഞാൻ മാത്രമല്ല, എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവളെ കൊണ്ടും കട്ട് ചെയ്യിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടല്ലോ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഇതായി. പിന്നെ അങ്ങോട്ടൊരു യുദ്ധമായിരുന്നു ഈ റൂം ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഫ്രണ്ട് വന്നത് എനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. കാരണം അവൾ അത്യാവശ്യം കുറേ സ്റ്റിക്കേഴ്സ് ഒക്കെ കട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് നമുക്ക് ഈ ചാനലൊക്കെ ഉള്ള കാര്യം അറിയാം. അപ്പോൾ അവൾ നല്ല സപ്പോർട്ടൊക്കെയാണ്. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീം ഒക്കെ മേടിച്ച് നിന്നിട്ട് ഒന്ന് നടക്കാൻ പോകുമ്പോഴുള്ള കാര്യമാണ് ഇവിടുത്തെ. ഇവനാണ് എന്നെ കൊണ്ട് നടക്കുക, ഞാൻ ഇവനല്ല. കടിച്ചു പിടിച്ചേക്കണത്. അങ്ങനെ അവിടെ കൊണ്ട് നമ്മുടെ മാർച്ച് മാസമൊക്കെ അവസാനിച്ച് നമ്മൾ ഏപ്രിലേക്ക് കടന്നു. ഏപ്രിലായ പിന്നെ എന്താണ്, അങ്ങനൊന്നുമില്ല. എനിക്ക് എക്സാം ആയിരുന്നു. അപ്പോൾ എക്സാമിന് പോണ വഴിക്ക് ഒരു സ്പൈഡർമാനെ കണ്ടു. കാണുന്നുണ്ട് നിങ്ങൾ? ഞങ്ങൾ ഈ എക്സാമിന് പോകുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു തിരവീട് ആ ഭാഗത്തായിരുന്നു. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പൈഡർമാൻ ഉണ്ട്, വീഡിയോ എടുത്തോളൂ എന്ന്. അങ്ങനെയാണ് നമ്മൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞതും വീഡിയോ എടുത്തതൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കോളേജ് എത്തി. ഇതാണ് നമ്മുടെ കോളേജ്. നമ്മുടെ അല്ല, ആരുടെയോ കോളേജ്. ഞങ്ങൾക്ക് എക്സാം സെന്റർ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കോളേജിലാണ്.
പിന്നെ അടുത്ത ദിവസമായപ്പോൾ നമ്മൾ സ്റ്റിക്കർ ബുക്കിന്റെ ഗിവ് അവേ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ട് അതൊന്ന് കൊറിയർ ചെയ്യാനായിട്ട് പോവാണ്. നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സ്പീഡ് പോസ്റ്റ് ആണ് ചെയ്തത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കടകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിക്കാന്ന് വെച്ചിട്ട് കയറി ഇറങ്ങി. എന്തൊക്കെയോ മേടിച്ചു, എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മൾ സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കിയപ്പോൾ അതിൽ ആ ബ്ലൂ സ്റ്റിക്കേഴ്സ്, പിങ്ക് സ്റ്റിക്കേഴ്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് വാഷി ടേപ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ കൂടിയായിട്ട് നമ്മളൊന്ന് പ്രിന്റ് എടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നേരെ ബസ്സൊക്കെ കയറി നമ്മൾ വീട്ടിലേക്ക് പോയി. ഇതൊക്കെയായിരുന്നു നമ്മളിന്ന് പുറത്ത് പോയി മേടിച്ചിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിലൊരു മഞ്ഞ മയ ഉണ്ട് അല്ലേ, വിഷു ഒക്കെ അല്ലേ, അതാണ്. അന്ന് രാത്രിയിൽ നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സ് ആയത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. എന്താ പറയേണ്ടതെന്ന് അറിയില്ല. എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കാരണമാണ് നമ്മൾ ഇവിടെ എത്തിക്കണത്. അപ്പൊ വീണ്ടും എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു. ഇനിയിപ്പോ നമുക്ക് അധികം വൈകിപ്പിക്കാണ്ട് നമ്മുടെ വിന്നേഴ്സിനെ അനൗൺസ് ചെയ്യാം. നമ്മുടെ 5 വിന്നേഴ്സിൽ നമ്മുടെ ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ഈ മീനു എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. സെക്കൻഡ് പ്രൈസ് കിട്ടിയിരിക്കുന്നത് ഈ ശ്രീയ എന്ന് പറഞ്ഞ അക്കൗണ്ടാണ്. നമ്മുടെ തേർഡ് പ്രൈസ് വിന്നർ സാഫിയ സുൽത്താൻ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. നമ്മുടെ ഫോർത്ത് പ്രൈസ് വിന്നർ എന്ന് പറയുന്നത് ഹാൻഡ് മെയ്ഡ് ഹെവൻ എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടാണ്. ഇനി നമ്മുടെ ഫിഫ്ത് പ്രൈസ് ഏരിഫ എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പൊ 5 വിന്നേഴ്സിനും കൺഗ്രാറ്റുലേഷൻസ്. ഇനി കിട്ടാത്തവരാരും വിഷമിക്കരുത്. നിങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കുറെ ഗിവ് അവേസും ഗിഫ്റ്റ്സും ഒക്കെ ചെയ്യാം. പിന്നെ ഇപ്പോൾ ഒരു 10K സബ്സ്ക്രൈബേഴ്സ് ആയതിന്റെ സന്തോഷത്തിൽ ഞാൻ ഈ 5 വിന്നേഴ്സിന് പുറമെ ഒരാൾക്കും കൂടി ഗിഫ്റ്റ് തരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു കാര്യത്തിനെ പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് കമന്റ്സിൽ നിന്ന് ഒരു വിന്നറേയും കൂടി സെലക്ട് ചെയ്യാം. അപ്പൊ കമന്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ നമ്മുടെ 6th വിന്നറിന്റെ പ്രൈസ് എന്താണെന്ന് നമുക്ക് വഴിയെ കാണിച്ചു തരാം. ഇനി വരുന്ന നെക്സ്റ്റ് സൺഡേ, അതായത് April 20th നമുക്ക് അതിന്റെ വിന്നർ അനൗൺസ് ചെയ്യാം. പിന്നെ ഇനി പറയാനുള്ള കാര്യം നമ്മുടെ ഗിവ് അവേ വിന്നേഴ്സിനോടാണ്. വൈകാണ്ട് ഒരു 1 വീക്കിനുള്ളിൽ എല്ലാവരും എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യാം. മെയിൽ വഴിയോ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ വീണ്ടും എല്ലാവരുടെ അടുത്തും ഒരുപാട് താങ്ക് യു. ആൻഡ് വിന്നേഴ്സിനൊക്കെ എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. ഇനി വിന്നർ ആവാൻ പോകുന്നവർക്കും കൺഗ്രാറ്റുലേഷൻസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പൊ ശരി.